ഹലോ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിലെ മക്കളുടെ സോഷ്യൽ സയൻസിലെ ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് കേട്ടോ. ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുന്നായി ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. മലയാളം മീഡിയം കുട്ടികൾക്ക് വേണ്ട സാമൂഹ്യശാസ്ത്രത്തിന്റെ ചോദ്യപേപ്പർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കാണാത്ത കൂട്ടുകാര് നമ്മുടെ ചാനലിലെ വീഡിയോസിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റുന്നതാണ് കേട്ടോ. അല്ലെങ്കിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, അപ്പൊ കണ്ടു നോക്കാം കേട്ടോ. അപ്പൊ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആക്ടിവിറ്റി 1 നോക്കൂ. ഒബ്സർവ് ദ പിക്ചേഴ്സ്. താഴെ നമുക്ക് 3 പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അത് 3ഉം ക്ലിയർ ആയിട്ട് നോക്കുക. ഫസ്റ്റ് പിക്ചർ നോക്കൂ. യൂസ്ഡ് റഫ് സ്റ്റോൺസ്. പരുക്കൻ കല്ലുകൾ ആയുധമാക്കിയിട്ട് ഉപയോഗിച്ചിരുന്ന മനുഷ്യരുടെ പിക്ചർ ആണ്. പിന്നെ രണ്ടാമത്തേത് നോക്കൂ. വേറൊരു വേറൊരു ഏജിലുള്ള മനുഷ്യരുടെ. അതുപോലെ തേർഡും അവിടെ തന്നിട്ടുണ്ട്. ഇനി ക്വസ്റ്റ്യൻ എന്താണ്? ക്വസ്റ്റ്യൻ എ, കംപ്ലീറ്റ് ദ ഗിവൺ ഡയഗ്രാം റിലേറ്റഡ് ടു സ്റ്റോൺ ഏജ്. ഡിഫറെന്റ് സ്റ്റോൺ ഏജിലെ പിക്ചേഴ്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പിക്ചേഴ്സ് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഈ സ്റ്റോൺ ഏജിൽ വരുന്ന പ്രത്യേകതകൾ എന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. പാലിയോലിത്തിക് ഏജിന്റെ നമുക്ക് അവിടെ എഴുതി തന്നിട്ടുണ്ട് യൂസ്ഡ് റഫ് സ്റ്റോൺസ്. പിന്നെ മീസോലിത്തിക് ഏജിന്റെ ഏത് വരും? ബിഗാൻ ടു ലിവ് ആസ് എ കമ്മ്യൂണിറ്റി, അല്ലെ, കൂട്ടമായിട്ട് ജീവിക്കാൻ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ നിയോലിത്തിക് ഏജിന്റേതോ? ബിഗാൻ ടു ഡൊമസ്റ്റിക്കേറ്റ് ആനിമൽസ്, കാലികളെ ഇണക്കി വളർത്താൻ തുടങ്ങിയത് ഈ സമയത്താണ്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, ബിഗിനിങ് ഓഫ് അഗ്രികൾച്ചർ ട്രാൻസ്ഫോംഡ് ഹ്യൂമൻ ലൈഫ്, ജസ്റ്റിഫൈ ദ സ്റ്റേറ്റ്മെന്റ്. കൃഷിയുടെ വളർച്ച അല്ലെങ്കിൽ കൃഷിയുടെ തുടക്കം എന്ന് പറയുന്നത് എന്താണ്? കൃഷി ചെയ്യാൻ ആരംഭിച്ചത് മുതൽ മനുഷ്യരുടെ ജീവിതത്തിൽ വലിയ മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ള ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ജസ്റ്റിഫൈ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ആസ് ഹ്യൂമൻ സ്റ്റാർട്ടഡ് ഫാമിംഗ്, ഇറ്റ് ബിക്കേം നെസസറി ഫോർ ദം ടു സെറ്റിൽ നിയർ ദ ഫാം ലാൻഡ്സ്. കൃഷി തുടങ്ങിയപ്പോൾ മനുഷ്യർക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? അതിനടുത്തായിട്ട് തന്നെ അവർക്ക് താമസിക്കേണ്ടി വന്നു. They settled near the farms to maintain the crops, protect the fields from wild animals and to care for their domesticated animals. അപ്പോൾ ഇങ്ങനെ ഇതിനടുത്ത് അവർ സെറ്റിൽ ചെയ്തത് എന്തിനാണ്? ആ ക്രോപ്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, അവിടെ ഉണ്ടാക്കുന്ന വിളകളൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്, പിന്നെ വൈൽഡ് ആനിമൽസിൽ നിന്ന് ഈ ഫീൽഡിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ കാലികളെ വളർത്താൻ വേണ്ടിയിട്ട്, ഇത്രയും കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവർക്ക് ഈ ഫാം അഗ്രികൾച്ചറൽ ഫാമിന്റെ അടുത്ത് തന്നെ അവർക്ക് സെറ്റിൽ ചെയ്യേണ്ടി വന്നു. ഡ്വെല്ലിങ്സ് ബിഗാൻ ടു ബി ബിൽറ്റ്. അതിനായിട്ട് അവര് അവിടെ വാസസ്ഥലം ഉണ്ടാക്കാനായിട്ട് തുടങ്ങി. പീപ്പിൾ ബിഗാൻ ടു ഇന്ററാക്ട് മോർ വിത്ത് ഈച്ച് അതർ ആൻഡ് മാർക്ക് ദ ബിഗിനിങ് ഓഫ് ഓർഗനൈസ്ഡ് സോഷ്യൽ ലൈഫ്. അപ്പൊ ആളുകൾ കൂട്ടമായിട്ട് ജീവിക്കാനും എല്ലാവരും പരസ്പരം കുറച്ചുകൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ഇന്ററാക്ട് ചെയ്യാനും ഒക്കെ തുടങ്ങിയത്. അങ്ങനെ തുടങ്ങിയ ശേഷം അവരൊരു സോഷ്യൽ ലൈഫ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് ഇങ്ങനെയാണ്. സെറ്റിൽമെന്റ്സ് ഗ്രാജുവലി ഡെവലപ്ഡ് ഇൻ ടു വില്ലേജസ് ആൻഡ് urban സെന്റേഴ്സ്. ഈ സെറ്റിൽമെന്റ്സ് എന്തായി? പതുക്കെ പതുക്കെ ഗ്രാമങ്ങളും അതുപോലെ വലിയ വലിയ urban സെന്റേഴ്സും നഗരങ്ങളും ഒക്കെ ആയിട്ട് മാറുകയാണ് ചെയ്തത്. സോ അഗ്രികൾച്ചറൽ ലൈഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ അഗ്രികൾച്ചറിന്റെ ബിഗിനിങ് മനുഷ്യന്റെ ലൈഫിനെ വല്ലാതെ തന്നെ ട്രാൻസ്ഫോം ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് പറയാനാവും. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കൂ. ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹ്യൂമൻ സ്പീഷീസ് ഇൻ ഹോമോ ഗ്രൂപ്പ് ആർ ലിസ്റ്റഡ്. റൈറ്റ് ദ നെയിംസ് ഓഫ് ദ ഹ്യൂമൻ സ്പീഷീസ് ഫ്രം ദ ഗിവൺ ഹിൻസ്. നമുക്ക് താഴെ ഹോമോ ഗ്രൂപ്പിൽ പെട്ട 3 ആളുകളുണ്ട്, അല്ലെ? ഏതൊക്കെയായിരുന്നു? ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്. ഈ 3ന്റെയും കുറച്ച് പ്രത്യേകതകൾ തന്നിട്ടുണ്ട്, സ്പെഷ്യാലിറ്റീസ്. അത് ആരുടെയാണോ വരുന്നത് അത് ഫില്ല് ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫസ്റ്റ് വൺ, ദ വൈസ് ഓർ തിങ്കിങ് മാൻ, അതായത് ബുദ്ധിയുള്ളതും ചിന്തിക്കാൻ ശേഷിയുള്ളതുമായ വിഭാഗം ഏതാണ്? ഹോമോ സാപ്പിയൻസ് ആണ്. സെക്കൻഡ്, ടൂൾ മേക്കേഴ്സ്, ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നവര് ഹോമോ ഹാബിലിസ്. ദ അപ്രൈറ്റ് ഹ്യൂമൻസ്, നിവർന്നു നിൽക്കാൻ കഴിയുന്ന ആളുകൾ ഹോമോ ഇറക്ടസ് ആണ്. ഇതിലെ ക്വസ്റ്റ്യൻ ബി, റൈറ്റ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു ഹ്യൂമൻ എവല്യൂഷൻ. മനുഷ്യ പരിണാമവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണോ അത് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എ, ഹ്യൂമൻ എവല്യൂഷൻ ബിഗാൻ ഫ്രം പ്രൈമേറ്റ്സ്, എ കാറ്റഗറി ഓഫ് മാമൽസ്. മാമൽസിൽ ഒരു കാറ്റഗറി ആയിട്ടുള്ള പ്രൈമേറ്റ്സിൽ നിന്നാണ് മനുഷ്യന്റെ എവല്യൂഷൻ അഥവാ പരിണാമം തുടങ്ങിയിട്ടുള്ളത്. അത് കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. പിന്നെ ഹോമിനോയിഡ്സ് ഇവോൾവ് ഫ്രം ഹോമിനിഡ്സ്. ഹോമിനിഡ്സിൽ നിന്നാണ് ഹോമിനോയിഡ്സ് എവോൾവ് ചെയ്തിട്ടുള്ളത്. അത് തെറ്റാണ്. ഹോമിനോയിഡ്സിൽ നിന്നാണ് ഹോമിനിഡ്സ് ഇവോൾവ് ചെയ്തിട്ടുള്ളത്. തേർഡ് സ്റ്റേറ്റ്മെന്റ്, ഓസ്ട്രോലോപിത്തക്കസ് ഈസ് ദ സബ് ഗ്രൂപ്പ് ഓഫ് ഹോമോ. തെറ്റാണ്, റോങ് ആണ്. ഹോമോയുടെ സബ് ഗ്രൂപ്പ്സ് ഓസ്ട്രോലോപിത്തക്കസ് അല്ല. ഹോമോ ഹാബിലിസ്, ഹോമോ ഇറക്ടസ്, ഹോമോ സാപ്പിയൻസ്, ഈ 3 ഡി, ഹോമോ ഹാബിലിസ് ഇസ് എ ഗ്രൂപ്പ് ഓഫ് മോഡേൺ മാൻ. ഹോമോ ഹാബിലിസ് ആണ് മോഡേൺ മാനിന്റെ ഒരു ഗ്രൂപ്പ് വരുന്നത്. അതും തെറ്റാണ്. ഇന്നത്തെ മനുഷ്യന്റെ ഗ്രൂപ്പ് വരുന്നത് ഹോമോ സാപ്പിയൻസ് ആണ്. ഇതിലുള്ള സി ക്വസ്റ്റ്യൻ നോക്കൂ. ഇൻ വിച്ച് ബുക്ക് ഡിഡ് ചാൾസ് ഡാർവിൻ പ്രസന്റ് ദ തിയറി ഓഫ് ഹ്യൂമൻ എവല്യൂഷൻ. ഹ്യൂമൻ എവല്യൂഷന് ചാൾസ് ഡാർവിൻ പ്രതിപാദിച്ചിട്ടുള്ള അല്ലെങ്കിൽ പ്രസന്റ് ചെയ്തിട്ടുള്ള ബുക്ക് ഏതാണ്? ദ പവർ ഓഫ് മൂവ്മെന്റ് ഇൻ പ്ലാന്റ്സ്, ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ്, ദ ലൈഫ് ഓൺ ദ എർത്ത്, ഒറിജിൻ ഓഫ് ലൈഫ്. ഓൺ ദ ഒറിജിൻ ഓഫ് സ്പീഷീസ് ആണ് കറക്റ്റ് ആൻസർ. ആക്ടിവിറ്റി 3, മാച്ച് ദ ഫോളോയിങ് സ്യൂട്ടബ്ലി. താഴെ നമുക്ക് ഒരു ബോക്സിൽ ടേബിളിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്.
അതെന്ത് ചെയ്യാം, കറക്റ്റ് ആയിട്ടല്ല കൊടുത്തിട്ടുള്ളത്. കറക്റ്റ് ആയിട്ട് നിങ്ങളോട് എന്താ പറയാ മാച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. The land area, the water bodies, and the airspace and the coastal areas of a country that comes under the jurisdiction of state formation. ഒരു സ്റ്റേറ്റ് ഫോർമേഷന്റെ എന്താണ് പരിധിക്കുള്ളിൽ വരുന്നതാണ് ലാൻഡ് ഏരിയ, വാട്ടർ ബോഡീസ്, പിന്നെ എയർ സ്പേസ്, കോസ്റ്റൽ ഏരിയാസ് തുടങ്ങിയിട്ടുള്ളവയൊക്കെ. അത് ടെറിട്ടറി ആണ് അല്ലെ, ഭൂപ്രദേശം ടെറിട്ടറിയിലേക്കാണ് വരുന്നത്. ദ സുപ്രീം പവർ ഓഫ് ദ സ്റ്റേറ്റ് ടു ടേക്ക് ഡിസിഷൻസ് വിത്തൗട്ട് ബീങ് സബ്ജക്റ്റഡ് ടു എക്സ്റ്റേണൽ ഇന്റർവെൻഷൻസ് ഓർ പ്രഷർ. മറ്റ് ബാഹ്യ ശക്തികളുടെ ഇടപെടലുകൾക്കോ അല്ലെങ്കിൽ സമ്മർദ്ദത്തിനോ ഒന്നും വിധേയമാവാതെ സ്വയം ഡിസിഷൻ എടുക്കാനുള്ള ഒരു സ്റ്റേറ്റിന്റെ പവറിനെ നമ്മൾ എന്താ പറയാ, സോവറിനിറ്റി എന്നാണ് പറയാ, പരമാധികാരം, സോവറിനിറ്റി എന്നാണ് പറയാ. തേർഡ്, an agency to form and express policies of the state. എന്താണ്, ഗവൺമെന്റ് ആണ് ഒരു സ്റ്റേറ്റിന്റെ ഓരോ കാര്യങ്ങളും പോളിസികളൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നതും അത് ഫോം ചെയ്യുന്നതും ഒക്കെ ഗവൺമെന്റിലൂടെയാണ്. ഫോർത്ത്, പീപ്പിൾ സ്റ്റേ ടുഗെദർ വിത്ത് മ്യൂച്വൽ ഡിപ്പെൻഡൻസ്, കോമൺ ഇൻട്രസ്റ്റ് ആൻഡ് കളക്റ്റീവ് കോൺഷ്യസ്നെസ്. പൊതുബോധത്തോടും പൊതുസ്വത്വത്തോടും ഒക്കെ കൂടിയിട്ട് ആളുകൾ ഒരുമിച്ച് താമസിക്കുന്നതിന് അല്ലെങ്കിൽ സ്റ്റേ ചെയ്യുന്നതിനെ നമ്മൾ എന്താ, പോപ്പുലേഷന്റെ പ്രത്യേകതയാണ് കേട്ടോ അത്. ഇനി ക്വസ്റ്റ്യൻ ബി, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഡസൻ ബിലോങ് ടു ദ പെക്യുലാരിറ്റീസ് ഓഫ് എ ഗവൺമെന്റ്. താഴെ പറയുന്നതിൽ ഗവൺമെന്റിന്റെ പ്രത്യേകത അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. കോമ്പണന്റ് ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ ഒരു കോമ്പണന്റ് ആണ്, അത് കറക്റ്റ് ആണ്. അഡ്മിനിസ്ട്രേറ്റേഴ്സ് ആൻഡ് ഒഫീഷ്യൽസ് ആർ ഇൻക്ലൂഡ് ഇൻ ദിസ്, അതും കറക്റ്റ് ആണ്. ഇറ്റ് ഈസ് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ, അത് തെറ്റാണ്. ഗവൺമെന്റ് ഒരു പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല, ഇറ്റ് ഈസ് എ ടെമ്പററി ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെ, ഗവൺമെന്റ് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. സോ ഇറ്റ് ഈസ് നോട്ട് എ പെർമനന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ അതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് വരുന്നത്. സോറി, റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്, പക്ഷെ നമ്മളുടെ ആൻസർ വരുന്നത് അതാണ്. ഫോർത്ത് സ്റ്റേറ്റ്മെന്റ് കൂടെ നമുക്ക് നോക്കാം. സൊവേറിനിറ്റി ഈസ് എക്സിക്യൂട്ടഡ് ത്രൂ ദിസ് ഏജൻസി. ഗവൺമെന്റിലൂടെയാണ് സൊവേറിനിറ്റി, പരമാധികാരം എന്നുള്ള ഒരു പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഒരു പവർ നമ്മൾ കാണിക്കുന്നത്. അതും കറക്റ്റ് ആണ്. സോ നമ്മളുടെ ആൻസർ വരുന്നത് സി ആണ്. ആക്ടിവിറ്റി 4, അതിൽ ക്വസ്റ്റ്യൻ എ, ഫിൽ ദ ബ്ലാങ്ക്സ് വിത്ത് സ്യൂട്ടബിൾ ഹെഡ്ലൈൻസ്. നമുക്ക് താഴെ ഗവൺമെന്റിന്റെ ഓർഗൻസ്, 3 ഓർഗൻസിന്റെ പ്രത്യേകത ഓരോ എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. ഇവ ഏതിലൊക്കെ വരുമെന്ന് എഴുതാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. The Kerala Revenue Recovery Bill has been passed by the Assembly. Officials have been assigned to execute the ban over the one-time used plastic products. The Parliament does not have the power to annul the court verdicts, Supreme Court. ഈ 3 സ്റ്റേറ്റ്മെന്റ്സിനെ അല്ലെങ്കിൽ 3 ന്യൂസ് ഹെഡ്ലൈൻസിനെ നമ്മൾ ലെജിസ്ലേറ്റീവിലാണോ, എക്സിക്യൂട്ടീവിലാണോ, ജുഡീഷ്യറിയിലാണോ എന്ന് എഴുതണം. സോ ആദ്യത്തേത് നോക്കൂ. ദ കേരള റവന്യൂ റിക്കവറി ബിൽ ഹാസ് ബീൻ പാസ്ഡ് ബൈ അസംബ്ലി, അത് എക്സിക്യൂട്ടീവ് ആണ്. Second, officials have been assigned to execute the ban over the one-time used plastic products, that is legislature. The parliament does not have the power to annul the court verdict, Supreme Court, that is judiciary. ഇതിലുള്ള ഈ ക്വസ്റ്റ്യൻ, റൈറ്റ് എ നോട്ട് ഓൺ എനി വൺ ഓർഗൻ ഓഫ് എ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ഓർഗനെ കുറിച്ച് നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓർഗൻസ് ഓഫ് ഗവൺമെന്റ് 3 ഓർഗൻസ് ഉണ്ട്, ലെജിസ്ലേറ്റർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി, എന്നാലും 3 പഠിച്ചു പോവണം കേട്ടോ. സോ ആദ്യത്തേത് ലെജിസ്ലേറ്റർ. ദ മേജർ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ ലെജിസ്ലേറ്റർ include making laws and bringing about changes in existing laws that are required by the state. ഒരു സ്റ്റേറ്റിന് വേണ്ട ലോസ് ഉണ്ടാക്കുകയും അല്ലെങ്കിൽ ഉള്ള ലോസിൽ മാറ്റങ്ങൾ വരുത്തുകയൊക്കെ ചെയ്യുന്നത് ലെജിസ്ലേറ്റർ ആണ്. The legislature has a great role in controlling the administration of the state. Second organ executive ആണ്. The laws made by the legislature are implemented and the administration is carried out by the executive. Day-to-day activities of a government are executed by this organ. But the legislators ഉണ്ടാക്കുന്ന ലോസ് കൈകാര്യം ചെയ്യുന്നത്, ഹാൻഡിൽ ചെയ്യുന്നതൊക്കെ എന്താണ്, എക്സിക്യൂട്ടീവ് ആണ്. ഒരു ഗവൺമെന്റിന്റെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ്, എല്ലാ ദിവസവും ഉള്ള ആക്ടിവിറ്റീസും എക്സിക്യൂട്ട് ചെയ്യുന്നതും ഈ ഓർഗൻ ആണ്. തേർഡ് ഓർഗൻ ജുഡീഷ്യറി ആണ്. ദ ജുഡീഷ്യറി ഇന്റർപ്രറ്റ്സ് ലോ, റിസോൾവ്സ് ഡിസ്പ്യൂട്ട് ആൻഡ് പണിഷസ് ദ ഒഫൻഡേഴ്സ്. വെൻ ദ ലെജിസ്ലേറ്റർ മേക്ക് ദ ലോസ്, ദ എക്സിക്യൂട്ടീവ് എക്സിക്യൂട്ട്സ് ഇറ്റ്. The dispute that arise during this process are solved by the judiciary. നമ്മളുടെ ലെജിസ്ലേറ്റർ ലോസ് ഉണ്ടാക്കുകയും എക്സിക്യൂട്ടീവ്സ് അത് ഇംപ്ലിമെന്റ് ചെയ്യുകയും ചെയ്യുന്ന സമയത്ത് അതിൽ വല്ല ഒഫൻഡേഴ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന് പണിഷ് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ജുഡീഷ്യറിയിൽ പെടുന്നതാണ്. അതായത് ഈ എന്താ പറയാ, നമ്മളുടെ ഓരോ നിയമത്തിലുള്ള ഭേദഗതികളിലൊക്കെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോഴും അതിലുള്ള എന്തെങ്കിലും അഴിമതികളോ മറ്റോ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നത് അല്ലെങ്കിൽ അത് സോൾവ് ചെയ്യുന്നതൊക്കെ എന്താണ്, ജുഡീഷ്യറിയുടെ പാർട്ടാണ്. സോ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതിയാവും.
നെക്സ്റ്റ് ആക്ടിവിറ്റി 5 ഓപ്ഷണൽ ആണ്. എയും ഉണ്ട് ബിയും ഉണ്ട്. 5 എ, ഒബ്സർവ് ദ പിക്ചേഴ്സ് ആൻഡ് കംപ്ലീറ്റ് ദ കൺസെപ്റ്റ് മാപ്പ്. നമുക്ക് താഴെ ഒരു കൺസെപ്റ്റ് മാപ്പ് തന്നിട്ടുണ്ട്. ഒരു നമ്മളുടെ എർത്തിന്റെ ഒരു ഗ്ലോബ് ആണ് അല്ലെ, നോക്കിക്കേ, ഗ്ലോബിന്റെ ഒരു മോഡലാണ് തന്നിട്ടുള്ളത്. പിന്നെ അതില് ഒരെണ്ണം നമുക്ക് തന്നിട്ടുണ്ട്. നോർത്ത് പോള് 90 ഡിഗ്രി നോർത്തിലുണ്ട്. പിന്നെ ട്രോപ്പിക് ഓഫ് ക്യാൻസർ 23.5 ഡിഗ്രി നോർത്ത് ആണ്. ബാക്കിയുള്ളത് എഴുതണം. ഒന്നാമത്തേത് നോക്കൂ, ഇക്വേറ്റർ എത്രയാണ്? 0 ഡിഗ്രി ആണ്. 2 ആർട്ടിക് സർക്കിൾ 66.5 ഡിഗ്രി നോർത്ത് ആണ്. തേർഡ് ട്രോപ്പിക് ഓഫ് കാപ്രിക്കോൺ 23.5 ഡിഗ്രി സൗത്ത് ആണ്. Then the fourth Antarctic Circle 66.5 degree south ആണ്. Write the name of the continent that belongs only in the southern hemisphere from the options. താഴെ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. അതിൽ സദേൺ ഹെമിസ്ഫിയറിൽ മാത്രം കാണപ്പെടുന്ന കോണ്ടിനെന്റിന്റെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓസ്ട്രേലിയ, ആഫ്രിക്ക, യൂറോപ്പ്, ഏഷ്യ. ഓസ്ട്രേലിയയാണ് സദേൺ ഹെമിസ്ഫിയറിൽ മാത്രം സിറ്റുവേറ്റ് ചെയ്യുന്ന കോണ്ടിനെന്റ്. ഫിഫ്ത്ത് ആക്ടിവിറ്റിയിലെ ബി ക്വസ്റ്റ്യൻ, എ, ക്ലാസിഫൈ ദ ഗിവൺ കോൺസെപ്റ്റ്സ് റിലേറ്റഡ് ടു ഗ്ലോബ്. ഗ്ലോബുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കൺസെപ്റ്റ്സ് നമുക്ക് താഴെ തന്നിട്ടുണ്ട്. അത് എന്താ പറയാ, കറക്റ്റ് ആയിട്ട് മാച്ച് ചെയ്യാനാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. എൻ ഇമാജിനറി ലൈൻ ഡ്രോൺ കണക്ടിങ് ദ നോർത്ത് പോൾ ആൻഡ് ദ സൗത്ത് പോൾ വിത്ത് റെഫറൻസ് ടു എർത്ത് സർഫസ്. എർത്ത് സർഫസിനെ വിത്ത് റെഫറൻസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നോർത്ത് പോളിനെയും സൗത്ത് പോളിലും നമ്മൾ വരയ്ക്കുന്ന ഇമാജിനറി ലൈൻസ് ലോഞ്ചിറ്റ്യൂഡ്സ് ആണ്. ദ ലാറ്റിറ്റ്യൂഡ് അറ്റ് 90 ഡിഗ്രി സൗത്ത് ഫ്രം ദ ഇക്വേറ്റർ. ഇക്വേറ്ററിൽ നിന്ന് 90 ഡിഗ്രി സൗത്തിലുള്ള എന്താണ് ലാറ്റിറ്റ്യൂഡ്സ് സൗത്ത് പോളിലാണ് ഉള്ളത്. ദ ലോഞ്ചിറ്റ്യൂഡ് ദാറ്റ് പാസസ് ത്രൂ 180 ഡിഗ്രി 180 ഡിഗ്രിയിലൂടെ പാസ് ചെയ്യുന്ന ലോഞ്ചിറ്റ്യൂഡിനെ എന്താ വിളിക്കുക? ഇന്റർനാഷണൽ ഡേറ്റ് ലൈൻ എന്നാണല്ലേ. ദ നെയിം ഗിവൺ ടു ദ നെറ്റ്വർക്ക് ഓഫ് ലൈൻസ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോഞ്ചിറ്റ്യൂഡ്. ലാറ്റിറ്റ്യൂഡ്സിന്റെയും ലോഞ്ചിറ്റ്യൂഡ്സിന്റെയും നെറ്റ്വർക്കിനെ, ഈ വെബിനെ വിളിക്കുന്ന പേര് ഗ്രാറ്റിക്യൂൾ എന്നാണ്. ക്വസ്റ്റ്യൻ ബി, ഫൈൻഡ് ഔട്ട് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. The circles of latitudes become bigger in size as move from the equator towards the pole. ഇക്വേറ്ററിൽ നിന്ന് പോൾസിലേക്ക് വരുന്നതിനനുസരിച്ച് ലാറ്റിറ്റ്യൂഡ്സിന്റെ വലുപ്പം കൂടി വരും. തെറ്റാണ്, കുറഞ്ഞു വരും അല്ലെ, സ്മോളർ ആയാണ് വരിക. ബി, ലാറ്റിറ്റ്യൂഡ്സ് ഇൻ സൗത്ത് ഓഫ് ദ ഇക്വേറ്റർ ആർ കോൾഡ് നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ്. സൗത്ത് പോളിലുള്ള ഇക്വേറ്ററിന്റെ സൗത്ത് പോളിലുള്ള ലാറ്റിറ്റ്യൂഡ്സിനെ നോർത്തേൺ ലാറ്റിറ്റ്യൂഡ്സ് എന്നാണ് വിളിക്കുക. അതും എന്താണ്, തെറ്റാണ്, സദേൺ ലാറ്റിറ്റ്യൂഡ്സ് ആണ്. സി, ഓൾ ദ ലൈൻസ് ഓഫ് ലോഞ്ചിറ്റ്യൂഡ്സ് ആർ നോട്ട് ഓഫ് ദ സെയിം സൈസ്. ലോഞ്ചിറ്റ്യൂഡ്സിലുള്ള എല്ലാ ലൈൻസും സെയിം അല്ല. കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലെ, സെയിം സൈസ് അല്ല, ഡിഫറെന്റ് സൈസ് ആണ്. ഡി, if longitudinal lines are drawn at 1 degree interval connecting both poles, we can draw 360 longitudinal lines. നമ്മൾ 1 ഡിഗ്രി ഇന്റർവെല് വിട്ടിട്ട് ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് വരയ്ക്കുകയാണെങ്കിൽ ഏകദേശം 360 ലോഞ്ചിറ്റ്യൂഡിനൽ ലൈൻസ് വരയ്ക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതും കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. സോ സിയും ഡിയും ആണ് കറക്റ്റ്. Activity 6 A question. The initial form of democracy was originated the Greek city-states of Athens. ഡെമോക്രസിയുടെ ആദ്യ ഫോം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത് ഗ്രീക്ക് സിറ്റിയിൽ ഉണ്ടായിരുന്ന ഏതൻസിലാണ്. എ, വാട്ട് വർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഡെമോക്രസി ഡ്യൂറിംഗ് ദാറ്റ് പീരിയഡ്. ആ പീരീഡിലുള്ള ഡെമോക്രസിയുടെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണെന്നാണ് ചോദ്യം. The initial form of democracy originated in the Greek city-states of Athens. ഏതൻസിലെ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റ്സിലെ ഏതൻസിലാണ് ആദ്യത്തെ ഡെമോക്രസിയുടെ ഫോം ഒറിജിനേറ്റ് ചെയ്തിട്ടുള്ളത്. All men having citizenship in Athens participated in electing rulers and making laws. അപ്പോൾ ഭരണാധികാരികളെ തെരഞ്ഞെടുക്കുന്നതിനും അതുപോലെ നിയമങ്ങൾ ഉണ്ടാക്കുന്നതിനും എല്ലാ ആളുകൾക്കും എന്തായിരുന്നു, അതിനുള്ള സിറ്റിസൺഷിപ്പ് ലഭിച്ചിരുന്നു. വിമൻ, സ്ലേവ്സ് ആൻഡ് ഫോറിനേഴ്സ് ഡിഡ് നോട്ട് ഹാവ് സിറ്റിസൺഷിപ്പ് സ്റ്റാറ്റസ്. അന്നത്തെ കാലത്ത് അവിടെയുള്ള സ്ത്രീകൾക്കും അടിമകൾക്കും ഫോറിനേഴ്സിനും വിദേശികൾക്കും ഒന്നും സിറ്റിസൺഷിപ്പ് ഉണ്ടായിരുന്നില്ല. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് പെരിക്ലിസ് ദാറ്റ് ഡെമോക്രസി ബിഗാൻ ടു എക്സ്പാൻഡ് ഇൻ ഏതൻസ്. പിന്നീട് പെരിക്ലിസിന്റെ കാലത്താണ് ഡെമോക്രസി അവിടെ ഏതൻസിൽ എക്സ്പാൻഡ് ചെയ്യാനായിട്ട് തുടങ്ങിയത്. The political body of Athens was known as the Assembly. ഏതൻസിലെ പൊളിറ്റിക്കൽ ബോഡിയെ അസംബ്ലി എന്ന പേരിലായിരുന്നു അറിയപ്പെട്ടിരുന്നത്. എ സിസ്റ്റം ഓഫ് എഡ്യൂക്കേഷൻ ദാറ്റ് ഗേവ് ഇമ്പോർട്ടൻസ് ടു ആർട്ട് ആൻഡ് കൾച്ചർ. അതായത് കലയ്ക്കും പിന്നെ കൾച്ചറിനും സാംസ്കാരികമായിട്ടും പ്രാധാന്യം നൽകുന്ന വിദ്യാഭ്യാസം, എഡ്യൂക്കേഷൻ ആയിരുന്നു. 2 years ഓഫ് കമ്പൾസറി മിലിറ്ററി സർവീസ്. 2 വർഷത്തെ കമ്പൾസറി ആയിട്ടുള്ള നിർബന്ധിതമായിട്ടുള്ള സൈനിക സേവനം വേണമായിരുന്നു ബോയ്സിന്. ആൻഡ് എ സ്ട്രോങ് നേവി മിലിറ്ററി. അത് മാത്രമല്ല വളരെ ശക്തമായിട്ടുള്ള ഒരു നേവി മിലിറ്ററിയും ആർ ദ സ്പെഷ്യാലിറ്റീസ് ഓഫ് ഏതൻസിന്റെ പ്രത്യേകതകളായിരുന്നു.
ക്വസ്റ്റ്യൻ ബി, ഹൗ വാസ് ദ പൊളിറ്റിക്കൽ ബോഡി ഓഫ് ഏതൻസ് നോൺ? അപ്പോൾ ഏതൻസിലെ പൊളിറ്റിക്കൽ ബോഡി അറിയപ്പെടുന്നത് ഏത് പേരിലായിരുന്നു? വില്ലേജ് പരിഷത്ത്, അസംബ്ലി, കൗൺസിൽ, പാർലമെന്റ്. അസംബ്ലി എന്നാണ് അല്ലെ നമ്മൾ പറഞ്ഞു. സി, there were practical difficulties in bringing Greece under a uniform അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം. വാട്ട് were the reasons? ഗ്രീസിനെ ഒരു യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരാൻ പ്രാക്ടിക്കലി ബുദ്ധിമുട്ടായിരുന്നു. അതിനുള്ള കാരണങ്ങൾ എന്തൊക്കെയെന്നാണ് ചോദ്യം. ഇൻ ഏൻഷ്യന്റ് ഗ്രീസ് വില്ലേജസ് were the main settlements. ആദ്യകാലത്തൊക്കെ ഗ്രീസില് ഗ്രാമങ്ങളായിരുന്നു പ്രധാനമായിട്ടുള്ള സെറ്റിൽമെന്റ്സ് എന്ന് പറയുന്നത്. ആസ് അഗ്രികൾച്ചർ ആൻഡ് ട്രേഡ് ഡെവലപ്ഡ് സിറ്റീസ് were formed. അങ്ങനെ അഗ്രികൾച്ചറും കച്ചവടവും ഒക്കെ വികസിച്ചപ്പോൾ ഡെവലപ്പ് ആയ സമയത്ത് എന്തുണ്ടായി? വില്ലേജസ് ഒക്കെ ഗ്രാജുവലി സിറ്റീസ് ആയിട്ട് മാറി, അല്ലെങ്കിൽ സിറ്റീസ് ഫോം ചെയ്തു. ഇവഞ്ച്വലി എ സിറ്റി ആൻഡ് എ നമ്പർ ഓഫ് സറൗണ്ടിങ് വില്ലേജസ് കെയിം ടുഗെദർ ആൻഡ് ബിഗാൻ ടു ട്രാൻസ്ഫോം ഇൻ ടു സിറ്റി സ്റ്റേറ്റ്സ്. അങ്ങനെ പതുക്കെ ഈ സിറ്റികളും അതുപോലെ അതിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ വില്ലേജസും കൂടി ചേർന്നിട്ട് സിറ്റി സ്റ്റേറ്റ്സ് രൂപപ്പെട്ടു. ദീസ് സിറ്റി സ്റ്റേറ്റ്സ് were known as polis. ഈ സിറ്റി സ്റ്റേറ്റ്സ് പോളിസ് എന്നുള്ള പേരിലാണ് അറിയപ്പെട്ടത്. സീസ് ഓർ ഹൈ മൗണ്ടൻസ് സെപ്പറേറ്റഡ് ദീസ് സിറ്റി സ്റ്റേറ്റ്സ് ഓർ ഓഫ് ഏൻഷ്യന്റ് ഗ്രീസ് ഫ്രം ഈച്ച് അതർ. ഈ സിറ്റി സ്റ്റേറ്റ്സിനെ വലിയ വലിയ മലകളോ അല്ലെങ്കിൽ കടലുകളോ ആയിട്ട് പരസ്പരം വേർതിരിച്ചിരുന്നു. സോ ഈച്ച് സിറ്റി സ്റ്റേറ്റ്സ് വാസ് ഐസൊലേറ്റഡ്. അതുകൊണ്ട് തന്നെ ഓരോ സിറ്റി സ്റ്റേറ്റും എന്തായിരുന്നു? ഒറ്റപ്പെട്ട നിലയിലായിരുന്നു കാണപ്പെട്ടിരുന്നത്. ബിക്കോസ് ഓഫ് ദിസ് എ യൂണിഫോം അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം വാസ് ആബ്സെന്റ് ഇൻ ഏൻഷ്യന്റ് ഗ്രീസ്. അതുകൊണ്ട് തന്നെ അവിടെ നമുക്ക് ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം കൊണ്ടുവരാനായിട്ട് അന്നത്തെ കാലത്ത് സാധിച്ചില്ല. ഇനി സിക്സ്ത് ക്വസ്റ്റ്യനിലുള്ള ബി ക്വസ്റ്റ്യൻ ആണ്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. അഗസ്റ്റസിന്റെ കാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും റോമൻ എംപയർ ആയിട്ട് മാറിയത്. ക്വസ്റ്റ്യൻ എ, വാട്ട് വർ ദ ഫീച്ചേഴ്സ് ഓഫ് റോമൻ എംപയർ? റോമൻ എംപയറിന്റെ ഫീച്ചേഴ്സ് എന്തൊക്കെയായിരുന്നു? In the Roman Republic, instead of a king, governance was entrusted to elected officials known as consuls. അപ്പോൾ റോമൻ റിപ്പബ്ലിക്കിൽ രാജാവിന് പകരം കോൺസൽസ് എന്നറിയപ്പെടുന്ന തെരഞ്ഞെടുക്കപ്പെട്ട ഉദ്യോഗസ്ഥർക്കായിരുന്നു ഭരണ ചുമതല. ഇൻ ഫസ്റ്റ് സെഞ്ചുറി BCE, ജൂലിയസ് സീസർ, who held the office of consul, entered the republican system and assumed power as a dictator. BCE ഫസ്റ്റ് സെഞ്ചുറിയിൽ 1-ാം നൂറ്റാണ്ടിൽ ജൂലിയസ് സീസർ എന്ത് ചെയ്തു? ഈ റിപ്പബ്ലിക്കൻ സിസ്റ്റം അവസാനിപ്പിക്കുകയും സ്വയം ഭരണാധികാരിയായിട്ട് പ്രഖ്യാപിക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം സ്വയമേ പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇറ്റ് വാസ് ഡ്യൂറിംഗ് ദ റെയിൻ ഓഫ് അഗസ്റ്റസ് ദാറ്റ് ദ റോമൻ റിപ്പബ്ലിക് ട്രാൻസിഷൻഡ് കംപ്ലീറ്റ്ലി ഇൻ ടു റോമൻ എംപയർ. പിന്നീട് അതിനുശേഷം അഗസ്റ്റസിന്റെ ഭരണകാലത്താണ് റോമൻ റിപ്പബ്ലിക് പൂർണ്ണമായിട്ടും റോമൻ എംപയർ ആയിട്ട് മാറിയത്, അതായത് ചക്രവർത്തി ഭരണമായിട്ട് മാറിയത്. വിത്ത് ദിസ് ദ എംപറർ ബിക്കേം ദ സുപ്രീം റൂളർ. ഇതിലൂടെ ഈ ഭരണകാലത്ത് എംപറർ ആയിരുന്നു ആര്? പരമമായിട്ടുള്ള ഭരിക്കുന്ന ആള് എന്ന് പറയുന്നത്. The Roman Empire was a vast empire that spread across Europe, North Africa and Western Asia. യൂറോപ്പിലും നോർത്ത് ആഫ്രിക്കയിലും വെസ്റ്റേൺ ഏഷ്യയിലും ഒക്കെ വിപുലമായിട്ട് വ്യാപിച്ചു കിടക്കുന്ന വലിയൊരു എംപയർ ആയിരുന്നു റോമൻ എംപയർ എന്ന് പറയുന്നത്. ദ റോമൻ എംപറേഴ്സ് were known as princeps, the first citizen. റോമൻ എംപറേഴ്സ് അറിയപ്പെടുന്നത് പ്രിൻസെപ്പ് എന്നുള്ള പേരിലായിരുന്നു. ദ സിസ്റ്റം ഓഫ് ഗവേണൻസ് ലെഡ് ബൈ ദ പ്രിൻസെപ്പ് വാസ് കോൾഡ് ദ പ്രിൻസിപ്പേറ്റ്. ഈ പ്രിൻസെപ്പ് നയിക്കുന്ന ഭരണത്തെ അല്ലെങ്കിൽ ഗവേണൻസിനെ പറയുന്ന പേരാണെന്ത്? പ്രിൻസിപ്പേറ്റ് എന്ന്. അഗസ്റ്റസ് എസ്റ്റാബ്ലിഷ് ദ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം. അഗസ്റ്റസ് ആണ് ഈ പ്രിൻസിപ്പേറ്റ് ഗവേണിംഗ് സിസ്റ്റം കൊണ്ടുവന്നത്. ദർ വാസ് എ സ്ട്രോങ് ആർമി ദാറ്റ് ഡിഡ് സർവീസ് ഫോർ റെഗുലർ വേജസ്. ദിവസവേതനത്തിന് ശമ്പളം കൈപ്പറ്റി ജോലി ചെയ്യുന്ന ശക്തമായിട്ടുള്ള ഒരു ആർമി ടീം ഈ ഭരണകാലത്ത് അവർക്കുണ്ടായിരുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാട്ടോ മക്കളെ നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചർച്ച ചെയ്ത് നോക്കാനായിട്ടുള്ളത്. ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും അതിലെങ്ങനെയൊക്കെയാണ് ആൻസേഴ്സ് എഴുതേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ എല്ലാ മക്കൾക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് നമ്മുടെ ക്ലാസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതുപോലെ മറ്റു വിഷയങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനും മറക്കരുത്. ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിലൂടെ അറിയിക്കാനും മറക്കരുത്. അപ്പൊ ശരി, അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം.